ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ പ്രകാരം തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലെത്തും, വിജയ് മുഖ്യമന്ത്രിയാവും. അങ്ങനെയാണ്. അതായത് 92 മുതൽ 110 സീറ്റുകൾ വരെയാണ് DMK സഖ്യത്തിന് അവിടെ നേടാൻ കഴിയുക. TVKക്ക് 98 മുതൽ 120 സീറ്റുകൾ വരെ നേടാൻ കഴിയും. AIDMK BJP സഖ്യം തകർന്നടിയും 22 മുതൽ 32 സീറ്റുകൾ വരെ നേടാൻ കഴിയൂ. അതാണ് അതിനകത്ത് നാം തമിഴർ 3% തകരും. അതായത് കഴിഞ്ഞ തവണ 10% അടുത്ത് ഉണ്ടായിരുന്ന നാം തമിഴർ തകരും. അങ്ങനെ AIDMKയുടെയും ഈ നാം തമിഴറിൻ്റെയും എല്ലാം വോട്ടുകൾ ഒരുമിച്ച് നേടിക്കൊണ്ട് 120 സീറ്റുകളോളം നേടി വിജയ് അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട്. സ്റ്റാലിന് 35% പിന്തുണയാണെങ്കിൽ ആക്ടർ വിജയ്ക്ക് 37% പിന്തുണയും എടപ്പാടി പളനിസ്വാമിക്ക് 22% പിന്തുണയും മാത്രമേ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൂ എന്നുള്ളത് കൂടിയാണ് ഈ സർവേയിലെ കൗതുകകരമായ വിവരം. ഇതിനകത്ത് ഇത് ഞാൻ കണ്ടു. അപ്പോൾ ഇതിനെ ചേർത്തിട്ടാണ്, അതായത് ഈ നമ്മൾ വന്നിരിക്കുന്ന ഈ 10 സർവേ ഫലങ്ങളിൽ കേരളത്തിലെ കാര്യം നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഖണ്ഡിതമായിട്ട് നല്ല മുന്നേറ്റം UDF കൊടുക്കുന്ന ഏക സർവേ ഏതാണ്? ആക്സിസ് മൈ ഇന്ത്യയാണ്. അതുകൊണ്ട് ഞാൻ ആക്സിസ് മൈ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തേക്കാം. കാരണം അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്, അങ്ങനെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ഏജൻസിയാണ്. മുൻകാലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനത്തെ ഗൗരവത്തിലെടുത്തിട്ട് കേരളത്തിൽ UDF നല്ല മുന്നേറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് നോക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ TVK 35% വോട്ട് ഷെയർ നേടിയിട്ട് അധികാരത്തിൽ വരുന്ന അവർ പ്രവചിച്ചായിട്ട് കാണുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? അതായത് TVK ഏറ്റവും കൂടി പോയാൽ 15% അല്ലെങ്കിൽ 18% വോട്ട് നേടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇതുവരെ ആളുകളെല്ലാം പ്രവചിച്ചത് അങ്ങനെയാണ്. AIDMK DMK തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോഴും TVK ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നേക്കാം എന്നല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്കൊന്നും വരാൻ ഒരു സാധ്യതയില്ല നമ്മൾ മനസ്സിലാക്കിയത്. കൗതുകരമായ കണക്ക് തന്നെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ ഒഴികെ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഒഴികെ മറ്റാരും പ്രവചിച്ചിട്ടില്ല. ആക്സിസ് മൈ ഇന്ത്യയുടെ ഒഴികെ സർവേകൾ എടുത്ത് പരിശോധിച്ചാൽ ആ കണക്കുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കൗതുകകരമായ ഒരു കണക്കാണ് തമിഴ്നാട്ടിലെ. അതായത് JVC ടൈംസ് നൗ പ്രവചിച്ചിരിക്കുന്നത് TVKക്ക് പരമാവധി 15 സീറ്റാണ്. PMARQ പ്രവചിച്ചിരിക്കുന്നത് പരമാവധി 26 സീറ്റാണ്. മാട്രിക്സ് പ്രവചിച്ചിരിക്കുന്നത് പരമാവധി 12 സീറ്റ്. അതുപോലെ സി വോട്ടർ പ്രവചിച്ചിരിക്കുന്നത് പരമാവധി 33 സീറ്റാണ്, മറ്റുള്ളവർക്ക് TVK ഉൾപ്പെടെ എന്നുള്ളത്. അതായത് പീപ്പിൾസ് പൾസ് പരമാവധി 24 സീറ്റ്. അങ്ങനെ പ്രവചിച്ചിരിക്കുമ്പോൾ മാത്രം ഈ പറയുന്ന 120 സീറ്റുകൾ പ്രവചിച്ചു. ഇപ്പോൾ പറഞ്ഞ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റെല്ലാ സർവേ ഫലങ്ങളും ഏറ്റവും കൂടിയാൽ പ്രവചിച്ചത് 33 സീറ്റാണ്. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യ 120 സീറ്റ് വരെ പ്രവചിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ER രാഗേഷിലേക്ക് പോയാൽ കുറെ കൂടെ വിശദമായിട്ട് തമിഴ്നാട്ടിലെ സർവേ ഫലങ്ങളുടെ വിവരങ്ങൾ കിട്ടും. അപ്പോൾ എൻ്റെ പ്രശ്നം തമിഴ്നാട്ടിലേത് മാത്രമല്ല. എൻ്റെ പ്രശ്നം ഇത് തമിഴ്നാട്ടിലേത് മാത്രമല്ല, ഈ ആക്സിസ് മൈ ഇന്ത്യയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ UDFന് പ്രവചിച്ചിരിക്കുന്നത്. അത് കണക്കിലെടുത്തേക്കാം, ഗൗരവത്തിലെടുത്തേക്കാം എന്ന് കാണുമ്പോഴാണ് നമ്മൾ കാണുന്നത് UDF ആണ് അധികാരത്തിൽ വരികയെങ്കിലും UDF ആണ് അധികാരത്തിൽ വരികയെങ്കിലും പിണറായി വിജയനാണ് VD സതീശനേക്കാൾ കൂടുതൽ ജനപിന്തുണ ഉള്ളതെന്ന് അതിനകത്ത് കാണുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോൾ TVK അങ്ങനെ തള്ളിക്കളയാൻ പറ്റുകയില്ല അവിടെ. കാരണം അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഒരുപക്ഷെ TVK മുന്നോട്ട് വന്നേക്കാം എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു കാരണം, അതായത് അവിടുത്തെ ഇന്റലിജൻസ് വിഭാഗത്തിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടെന്നൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ നേരത്തെ നമ്മൾ മഹാത്ഭുതമായി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ TVK മുന്നോട്ട് വരാം. കാരണം MGR വന്നതുപോലെ ഒരു വലിയ വരവ് TVK ഇതാ വരുന്നു, വിജയ് വരുന്നു, ഒരുപക്ഷെ അങ്ങനെ മുന്നേറിയേക്കാം. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയില്ല. സൂരാവലി കാറ്റുപോലെ ഇങ്ങനെ വിജയ് വരികയാണ് എന്നൊക്കെയുള്ളത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കാരണം ഇതുവരെ വിജയ് രാഷ്ട്രീയത്തിൽ വന്നു, കമലഹാസൻ രാഷ്ട്രീയത്തിൽ വന്നു, രജനികാന്ത് വരുമെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോയി, ശിവാജി ഗണേശൻ വന്നു, എത്രയെത്ര നടന്മാർ വന്നു. MGR വന്നതുപോലെ വേറെ ആർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇങ്ങോട്ട് വിജയ് വന്നപ്പോൾ കണ്ട ആരവം പോലെ മറ്റാർക്കും ഒരു ആരവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ് സംഭവിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനകത്തേക്ക് രാകേഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഹിന്ദു പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ലാസ്റ്റ് ഡേയിൽ വന്ന ഒരു ലേഖനത്തിൽ MGR വിജയ് എന്നുള്ള ഈ ദ്വന്ദ്വത്തെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MGR സത്യത്തിൽ ഈ ഒറ്റയടിക്ക് വിജയ് വരുന്ന പോലെയല്ല വന്നത്. അതായത് MGR നേരത്തെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ ചർച്ചകൾ വർഷങ്ങളോളം നിന്നിട്ടാണ് അദ്ദേഹം പിന്നീട് ഈ വരവാണല്ലോ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനു മുമ്പ് കുറേ വർഷങ്ങളുണ്ട്. പക്ഷേ വിജയ് അങ്ങനെയല്ല, ഒറ്റ വരവ് വരികയാണ്. ഹർഷൻ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്, നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. അതായത്